അശ്വതിയുടെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ. ഓക്കെ, ഹലോ. ഇന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അശ്വതിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ലീവാണല്ലോ, അപ്പോൾ പിള്ളേരെല്ലാവരും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകണു. സൗമ്യ ഇങ്ങോട്ടുണ്ട്. ഹൈലൈറ്റ് മാൾ. സൗമ്യയാണ് ഞങ്ങളുടെ ഡ്രൈവർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഗ്രീഷ്മയും സൗമ്യയും അവരുടെ പിള്ളേരും എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നേക്കാണ്. ഞങ്ങൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടിയും എവിടേക്കെങ്കിലുമൊക്കെ പോവാം, കുറച്ച് നേരം സംസാരിച്ചിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷേ സംസാരമൊന്നും നടന്നില്ല. പിള്ളേരെല്ലാവരെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവരെ നോക്കലായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ ഞങ്ങളപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഹൈലൈറ്റ് മാളാണല്ലോ. പിന്നെ ചൂടത്ത് പുറത്ത് കറങ്ങി നടക്കാൻ ആർക്കും അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മാളിലാവുമ്പോൾ പിന്നെ എ സിയിലിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് പിള്ളേരെല്ലാവരും കൂടിയും കൊണ്ട് ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ ഹൈലൈറ്റ് മാളിലേക്ക്. നല്ല ബ്ലോക്കാണ് ഗൈസ്. എന്താണത്? അതേ കണ്ട ബ്ലോക്കോട് ബ്ലോക്ക്. ഞാനും കുട്ടികളുമായി ഞാനിരിക്കുന്നു ഇവിടെ. കിൻഡർ ഗാർഡൻ ബാക്കിൽ ബ്ലോക്കിലൊക്കെ പെട്ട് അവസാനം ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ കയറിയത് കുട്ടികളുടെ സ്ഥലമായിട്ടുള്ള മിനിസോയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവർക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല. കുട്ടികൾക്കുള്ള സാധനങ്ങൾ മേടിച്ചോ സൗമ്യ? കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു. അതെ, ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് പരിശോധിക്കുന്നു. ഇഷ്ടമായിക്കോട്ടെ, അവിടെ വെച്ചോളൂ, അവിടെ വെച്ചോളൂ. ഇഷ്ടം മാത്രം മതി, മേടിക്കണല്ല. അവിടെ ഇതേ ഫോട്ടോ എടുത്തിട്ട് മേടിച്ചു തരാൻ പറയാതെ ഫോട്ടോ എടുത്തു. മിനിസോയിൽ അധികം നേരം നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അവിടെ ചെന്നപ്പോൾ അവർക്ക് അവിടുത്തെ വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാം അവർക്ക് വേണം. വീട്ടിൽ നിന്ന് പോയപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് ഒരു സാധനം മേടിക്കൊന്നുമില്ല, വെറുതെ പോവുക വരിക എന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ പോയത് ദേ പാർപ്പിലേക്കും ലൈക്കും തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവർ രണ്ട് സ്ഥലത്തും കയറി മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് പരീക്ഷിക്കുകയാണ് കേട്ടോ പിള്ളേരെല്ലാവരും. മേക്കപ്പിലാണോ രണ്ടുപേരും? പിള്ളേരൊക്കെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. സൗമ്യ എങ്ങനെയുണ്ട്? ശരിയായിട്ടില്ലല്ലോ. ഐ ഷേഡൊക്കെ ഇട്ടാ. അങ്ങനെ നൈക്കയിലും പർപ്പിളിലൊക്കെ കയറി അവിടുന്ന് കുറേ മേക്കപ്പ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോയത് ഡ്രസ്സിൻ്റെ അവിടേക്കാണ് കേട്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക്. ലൈഫ് സ്റ്റൈലിൽ ചെന്ന് ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ അവരുടേതായിട്ടുള്ള ലോകത്താണ് കേട്ടോ. എന്താ പരിപാടി? ചീർപ്പ്. കാണിച്ചേ. ഇത് മാച്ചാണല്ലോ ഗായത്രിക്ക്. ചീത്തയാക്കരുത് കേട്ടോ. തല്ലൂടല്ലേ പിടിയോട്ടാ ഗായത്രി. ഇങ്ങനെ വരുമ്പോ ഗായത്രി പേടിയോട്ടാ. നെയ്യം ഇങ്ങനെ പേടിയുണ്ട്. അയ്യോ അങ്ങനെ ഞങ്ങൾ
ഡ്രസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ വിശന്ന് തുടങ്ങി, അവർക്കൊരു രക്ഷയില്ല, വിശപ്പുണ്ട്. അപ്പോൾ നേരെ പോയി ഫുഡ് കോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് നമ്മുടെ കേക്കാണ് കേട്ടോ. കേക്ക് ഓർഡർ ചെയ്ത് വന്നപ്പോഴേക്കും വലിയൊരു ചെറിയ പീസാണ്. അപ്പോൾ നമുക്ക് 4 പേരുണ്ടല്ലോ. അപ്പോൾ വേഗം ഞങ്ങൾ അവർ ടോയ്ലറ്റിൽ പോയിക്കണ സമയം കൊണ്ട് വേഗം ഞങ്ങൾ പീസാക്കാണ്. ആ വൈറ്റ് സാധനങ്ങളൊക്കെ കണ്ട അവർക്ക് അത് തന്നെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ച് സെറ്റാക്കി വെക്കുകയാണ് അവർ വരുമ്പോഴേക്കും. അപ്പൊ 4 പേരില്ല, അപ്പൊ 8 പീസാക്കി വെച്ചോ. 2 പേർക്ക് 2 പീസ് നോക്കി ഞാനിവിടെ പീസാക്കാം. 3, 4, 5, 6, 7, 8. വെള്ള സാധനങ്ങള് ഫസ്റ്റ് കഴിക്കും. ഇനി പറട്ടെ, ഇടയിൽ ചെറുത് 2 നമുക്ക് ആ ഉണ്ട്, ഞാൻ എടുത്തോ. ഇടയിൽ ചെറുതെടുക്കാം. ഇത് എടുക്ക്, നീ കഴിച്ചോ, ടേസ്റ്റ് നോക്ക്. അതിനുണ്ട് തോന്നുന്നുണ്ട്, അതിനുണ്ട്. ആരെങ്കിലും ഇത് എടുക്കാം. അവര് 4 പേര് വരണേന് മുമ്പ് ഒക്കെ സെറ്റാക്കി വെക്കണം. ഫോട്ടോ കേക്ക് കഴിച്ച് കഴിഞ്ഞ് പിസയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ പിസ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയത് റൈസ് ആൻഡ് നൂഡിൽസിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് എന്താ പറയുക, ഫ്രൈഡ് റൈസും പിന്നെ അമേരിക്കൻ ചോപ്സിയൊക്കെയാണ് വാങ്ങിച്ചത്. നല്ല തിരക്കാണല്ലേ വെക്കേഷൻ തുടങ്ങിയപ്പോ. ആ ഇത്രയും തിരക്ക് ഞാനും വിചാരിച്ചില്ല. അത് കുറച്ച് സമയം പിടിക്കും. എങ്ങനെയുണ്ട് എടി, ഇത് കഴിച്ചു നോക്കടി. കഴിച്ചാ? ഇനി അടുത്തത് ബർഗർ വേണം. ജാനുവിന് ബർഗറേ പറ്റുള്ളൂ. അപ്പോൾ അതേ ബർഗർ വാങ്ങാൻ. എരിവുണ്ടാ? മധുര. മീനാക്ഷി എവിടെ പോയിക്കായിരുന്നു? അവിടെ ഉണ്ടാ? വേണ്ട. ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് നല്ലോണം കഴിക്കും. ഇഷ്ടമില്ല, പക്ഷെ നല്ല ഞാൻ കഴിക്കുന്നു. ഇത് ഞങ്ങൾ കഴിക്കട്ടെ, നിങ്ങൾ നോക്കിയിരിക്കുക. നിങ്ങൾ കഴിഞ്ഞു, ഞങ്ങളെ ശല്യം. വേണമെങ്കിൽ മോമോസ് എടുത്ത് കഴിച്ചോ. ഞാൻ ഭീഷ്മയാണ് സാർ. അഭിപ്രായം പറ. എനിക്കിത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. മുട്ടയുടെ ഭയങ്കര എനിക്കത് ഇഷ്ടമായി. അതെ, പക്ഷെ ഭയങ്കര മുട്ടയുടെ അത് ചിക്കൻ്റെ അതല്ല, മുട്ടയുടെയാണ് ഭയങ്കര ടേസ്റ്റ് വരുന്നത്. ജവാനുവിന്റെ ബർത്ത്ഡേ തിന്ന് അതെ. അതിനുണ്ട് എനിക്ക് 2 മറ്റേ സ്പൂൺ ഇഷ്ടമായ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും വിശപ്പ് മാറി, എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ അതേ നമ്മൾ ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറാണ്ട് പോകാൻ പാടും. അപ്പോൾ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലുലുവിൽ ചെന്നപ്പോൾ അതേ അവിടെ നമ്മുടെ വിഷ്കണിയൊക്കെ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കണ്ണനും പിന്നെ വിഷ്കണിക്ക് വേണ്ട ഉരുളി സാധനങ്ങളൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മുടെ കണിക്കൊന്താണ്ട കിലോനാണ് കേട്ടോ, 479 രൂപ. അപ്പോൾ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ ദേ നേരെ തിരിച്ചു പോന്നു കേട്ടോ. അഭിപ്രായം പറയൂ. അടിപൊളിയായിരുന്നു. ഹൈലൈറ്റ് മാളിൽ പോയി കുറേ കാശ് ആവശ്യം
രക്ഷയില്ലാണ്ട് പിള്ളേർ വന്നതുകൊണ്ട് ചെലവായി. കുഴപ്പമില്ലായിരുന്നു. പിള്ളേരുടെ കൂടെ എന്തായാലും പിള്ളേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റി അവരുടെ കൂടെ. സമയം പോയത് അറിഞ്ഞില്ല. അതിന്റെ ഉള്ളിൽ കയറി വരവും വളരെ ഇതായി, പെട്ടെന്നായിരുന്നു വരവൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഹൈലൈറ്റ് മോഡല്? സൂപ്പർ ആയിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് ഇഷ്ടായ ഉറക്കനെ പറ. ഒരാൾ പറയണേ കുറച്ച് വെള്ളം തന്നാ അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവർക്ക് വയ്യാണ്ടായി, ഞാനാണ് ഓടിച്ചത്. പക്ഷെ ഇവർക്ക് വയ്യാണ്ടായി. കുറച്ചു നേരം സൗണ്ട് വെറുതെ ഇരിക്കണേ, വെറുതെ സംസാരിച്ച പിന്നെ എങ്ങനെ തൊണ്ട വരെ കണ്ടിരിക്കും. അല്ല ടാറ്റ ബൈ ബൈ. നമുക്കിനി പിന്നെ കാണാം. ഞാൻ വിഷുവിന് എന്തിനാണ് നാളെ നീ വരില്ലേ? വിഷു എന്ന് പറഞ്ഞ മറ്റന്നാളല്ലേ? നാളെ നീ വരുമല്ലോ, അറിയാം. അപ്പൊ നമുക്ക് വിഷു അപ്പൊ നാളെ എടുത്തിട്ട് ഞങ്ങക്ക് എല്ലാവർക്കും ഉള്ള വിഷ് കൈനീട്ടം കൊണ്ട് വന്നോളൂ. ഞങ്ങക്ക് എല്ലാവർക്കും തരാൻ. നീ ഇതിന് എന്റെ മേത്തോട്ടുള്ള കൊതുകായിരുന്നു അത്. അതെ. അപ്പൊ ഓക്കെ ടാറ്റ പിള്ളേരെ, ടാറ്റ.